ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ റെസിപ്പിയാണ്. ചമ്മന്തി പൊടി ഇഷ്ടമില്ലാത്തവരാരും കാണില്ല അല്ലേ? എങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി പൊടി തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, കുറേ കാലം കേടാകാതിരിക്കുകയും ചെയ്യും. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഇപ്പം ഞാനിവിടെ 2.5 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. തേങ്ങയെല്ലാം ഒരേ വലുപ്പത്തിൽ ചിരകി എടുത്താൽ നമുക്ക് ഒരുപോലെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിരകിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-2 പാസ് ബട്ടൺ അമർത്തിയെടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസിൽ കിട്ടും. ഇപ്പം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാൻ പാടില്ല. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കണം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിടുക. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാണ്. 10-12 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ തണ്ട് മാറ്റിയിട്ട് വേണം ചേർക്കാൻ. 1 ടീസ്പൂൺ കുരുമുളക്, 2-3 ഉലുവ, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഉലുവ 3-4 ചേർത്തുള്ളൂ. അത് ഉള്ളി ചേർത്തപ്പോൾ തന്നെ കൂടെ വീണിട്ടുണ്ട്. കൂടുതൽ ചേർക്കണ്ട, കൂടുതൽ ചേർത്താൽ കയ്പ്പാവും. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിന് പുളി. ചിലരൊക്കെ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കുന്ന സമയത്തായിരിക്കും പുളി ചേർക്കുന്നത്. ഞാനിപ്പോൾ കൂടെ തന്നെ ചേർക്കുകയാണ്. ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പുളിയിലുള്ള വെള്ളം നനവ് നമുക്ക് മാറിക്കിട്ടും. 5 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തത്. ചിലർ കൂടുതൽ കറിവേപ്പില ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് കറിവേപ്പില വരെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി. നേരത്തെ പോലെ തന്നെ ഇടവിടാതെ ഇളക്കി കൊടുക്കുക. ഇനി നല്ല ബ്രൗൺ നിറമായി വരണം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഒരു കറിവേപ്പില എടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. പൊടിഞ്ഞു വരുന്ന കണ്ടോ? നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട്. ഈ നിറം ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക, കരിഞ്ഞു പോവരുത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കേണ്ട, വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലിരുന്നാൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടുമാറി വരണം. ചൂടുമാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. കഴുകി ഉണക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ജാറ് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത്, പകുതി ഭാഗം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നിറച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. നമ്മൾ തീയലിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ എണ്ണ തെളിഞ്ഞു വരും. ചമ്മന്തിപ്പൊടി പൊടി പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ കുറച്ചിട്ടിട്ട് ഒന്ന് പസ് ബട്ടൺ അമർത്തി വേണം പൊടിച്ചെടുക്കാൻ. ഒന്ന് നിർത്തി പൊടിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പസ് ബട്ടൺ അമർത്തി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇത് വെള്ളം നനവില്ലാത്ത കുപ്പിയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. 1-2 ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ കൂടുതൽ കാലം കേടാകാതിരിക്കും. എടുക്കുമ്പോഴും നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പം ജോലിക്ക് പോണവർക്കും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ ഇത് തയ്യാറാക്കി വെച്ചാൽ ധൃതി പിടിച്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.